Hi, my name is Haris. I am the branch head of പെരിന്തൽമണ്ണ ഫ്രണ്ട്ലൈൻ അക്കാഡമി. സോ ഇന്ന് നമുക്ക് ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ വി ഷുഡ് ചൂസ് ലോജിസ്റ്റിക്സ് ആസ് എ കരിയർ. ലോജിസ്റ്റിക്സ് എന്തുകൊണ്ട് ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എൻ ഇൻഡസ്ട്രി വിച്ച് ഈസ് ഹാവിങ് എ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു വലിയ ഒരു മേഖലയാണ് ലോജിസ്റ്റിക്സ്. സോ ലോജിസ്റ്റിക്സിനെ നമ്മൾ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് ഈസ് എ പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നമ്മളുടെ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് നമ്മൾ ലോജിസ്റ്റിക്സ് ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ലോജിസ്റ്റിക്സിൽ കിടക്കുന്നത്, സച്ച് ആസ് ഷിപ്പിംഗ്, ഫ്രൈറ്റ് ഫോർവേഡിംഗ്, വെയർഹൗസ് മാനേജ്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എത്ര കാലത്തോളം മനുഷ്യന്മാരും ആവശ്യങ്ങളും ഡിമാൻഡ്സും ഉള്ളിടത്തോളം കാലം ലോജിസ്റ്റിക്സിന് അത്രയും കാലം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇറ്റ് മേ ബി ഐദർ ഇൻ ദ ഫോം ഓഫ് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ചിലപ്പോൾ നമ്മുടെ സ്വന്തം രാജ്യത്തിൽ നിന്നാവാം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നാവാം. എങ്ങനെയാണെങ്കിലും നമുക്ക് ലോജിസ്റ്റിക്സിന് അതിൻ്റേതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും അതേപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഓപ്പറേഷൻസും ഉണ്ട്. സോ എത്ര ഓപ്പറേഷൻസ് നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ലോജിസ്റ്റിക്സിൻ്റെ ഇൻഡസ്ട്രിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം അത്രയും ഓപ്പർച്യൂണിറ്റീസാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഈ ലോകം തന്നെ എല്ലാ സ്ഥലത്തേക്കും കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ മുഖേനയാണ്. സോ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. സോ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമുക്ക് ലോജിസ്റ്റിക്സ് ഇല്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. സോ ദിസ് ഈസ് ദ major opportunity which we can grab from our logistics industry. ഇന്നത്തെ കാലത്ത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് പരിചിതമായിട്ടുള്ള ഒരു മേഖലയാണ്. സോ എങ്ങനെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രോണിക് കൊമേഴ്സ് വർക്ക് ചെയ്യുന്നത്? സോ ബേസിക്കലി ഇ കൊമേഴ്സ് മീൻസ് ദ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഹാപ്പനിങ് ത്രൂ ഇൻ്റർനെറ്റ് ഓർ ബൈ യൂട്ടിലൈസിങ് ഇൻ്റർനെറ്റിൻ്റെ സേവനത്തോടു കൂടി ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ ഇ കൊമേഴ്സിലും നമുക്ക് എപ്പോഴും നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ പരിചിതമായിട്ടുള്ളതും ചെറിയ ചെറിയ ഓപ്പറേഷൻസ് മാത്രമായിരിക്കും. പക്ഷേ അത് മാത്രമല്ല, നമ്മൾ വെൻ എ കസ്റ്റമർ പ്ലേസ് ആൻ ഓർഡർ അവിടെ തൊട്ട് നമ്മൾ ആ കസ്റ്റമറുടെ കയ്യിൽ ആ പ്രോഡക്റ്റ് തിരിച്ചെത്തുന്നത് വരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സും ഇതിൻ്റെ ലോജിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോജിസ്റ്റിക്സിൻ്റെ മേഖലയെ നമ്മൾ വൈഡൻ ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദ ഗ്ലോബലൈസേഷൻ പ്രോസസ്സ് ലോജിസ്റ്റിക്സ് മേഖലകളിലെ ഓപ്പറേഷൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല ലോജിസ്റ്റിക്സിലുള്ള ഒരുപാട് പ്രൊഫഷണൽസിനെ ഇന്ന് ഒരുപാട് കമ്പനീസ് ഇതുപോലത്തെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ എവറി കമ്പനീസ് ആർ ഡിമാൻഡിങ് ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽസ് ഓൺലി ബിക്കോസ് ഓഫ് ദ പ്രോസസ് ഓഫ് വേൾഡ് വൈഡ് ഓപ്പറേഷൻസ് ഹാപ്പനിങ് ഇൻ ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡ് എന്ന് പറയുന്ന ഒരു മേഖലയിലെ എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽസിന് ആവശ്യമാണ്. സോ അതാണ് ലോജിസ്റ്റിക്സിലുള്ള അടുത്ത ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.